റഹീം പറഞ്ഞു ശരിയാണ്, ബംഗാളിൽ ഞങ്ങളുടെ പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്, വളരെ മോശം ഭരണമാണ്. അതെ അതെ, അങ്ങനെ പറഞ്ഞാൽ പോരാ. മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? ഇന്ത്യയിലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇന്നും മറുപടി പറയേണ്ടിയിരുന്നത്, ഒരു കാലത്ത് 35 വർഷം തുടർച്ചയായി നിങ്ങൾ ഭരിച്ചിട്ടുള്ള ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22 MLA-മാരുണ്ടായിരുന്ന ബംഗാളിൽ പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. എന്തുകൊണ്ട് വിനു ഇവിടെ ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു വട്ടപൂജ്യം, അതിനേക്കാൾ വലിയൊരു വട്ടപൂജ്യം എങ്ങനെ ബംഗാളിൽ നിങ്ങൾ ആയി എന്നുള്ളതിന് ഒരു മറുപടി പറയണ്ടേ? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഇടങ്ങേറായിട്ട് വരിക. എങ്ങനെ വട്ടപൂജ്യമായി? എല്ലാം വിധിയുടെ വിളയാട്ടം. അവിടെ നിങ്ങൾ കോൺഗ്രസുമായി സഖ്യം ചേർന്നാണ് മത്സരിച്ചിരുന്നത്. നിങ്ങളും കോൺഗ്രസും സഖ്യമായിരുന്നു ബംഗാളിൽ. എന്നിട്ടും നിങ്ങൾ വട്ടപൂജ്യമായി മാറി. അതിന് മറുപടി പറയേണ്ട മധ്യ റഹീമിനല്ല, മുഖ്യമന്ത്രിക്ക്. കാരണം അദ്ദേഹം ഇന്ത്യയിലെ CPM-ലെ ഏക മുഖ്യമന്ത്രിയാണ്, PB മെമ്പറാണ്, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, CPM-ന്റെ ദേശീയ നേതാവാണ്. റഹീം പറഞ്ഞു ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ 2 MLA-മാരെന്ന് പറഞ്ഞു. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. ആരുടെ പിന്തുണയിൽ കിട്ടിയ MLA-മാരാണ്? ജ്യോതികുമാർ ചാമക്കാരുടെ പാർട്ടിയുടെ പിന്തുണയിൽ കിട്ടിയ 2 MLA-മാർ. നിർത്തി അവമാനിക്കുവാണെന്ന്. അവിടെ BJP-ക്ക് 4 MLA-മാരുണ്ട്. എനിക്കതിനെ യോജിപ്പില്ല, ഞാനതിന് യോജിപ്പില്ല. പിന്നെ റഹീം പറഞ്ഞു 3 ബീഹാറിൽ നിങ്ങൾ ഇടതുപക്ഷം ഒരു കാലത്ത് പ്രതിപക്ഷത്തിന്റെ റോളിൽ ഉണ്ടായിരുന്നവരാണ്. അവിടുന്നൊക്കെ കുറഞ്ഞ് ഇപ്പോൾ ഇത് കേരളമാണ്, ഇത് കേരളമാണ് അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. നിങ്ങൾ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായ